ഈ നവഗ്രഹങ്ങളുടെ ദോഷം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് സൂര്യൻ്റെ എന്ന് പറഞ്ഞാൽ എരിക്കാണ്. എരിക്ക് എരിക്ക് തന്നെ 3-4 ജനുസുണ്ട്. ഇത് നമ്മൾ അറുത്തെടുത്തിട്ട് ഇതുകൊണ്ട് നമ്മൾ ഗണപതി വിഗ്രഹം ഉണ്ടാക്കും. ആ എരിക്കിൻ്റെ കിഴങ്ങിൽ ഗണപതി വിഗ്രഹം ഉണ്ടാക്കുന്നതിന് പറയുന്ന പേര് ശ്വേതാർക്ക ഗണപതി. കൊട്ടാരക്കര ഗണപതിയുടെ കഥയിൽ പറയുന്നത് ആദ്യം പറഞ്ഞ പെരുന്തച്ഛൻ പ്ലാവിൻ്റെ പേരിൽ ചെയ്തെന്നും അല്ല എരിക്കിൻ്റെ പേരായിരുന്നു. ഈ പ്ലാസിൻ്റെ അല്ല പൂജാ വിഷയങ്ങൾക്ക് എടുക്കുന്നതിനെ കണക്കാക്കുന്നത് സ്വർണ്ണ പാത്രമായിട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വാഴയിലൊരു ത്രിമുദ്ര എടുക്കുന്നതും ഈ അവതാര വിഷ്ണുമായി ബന്ധപ്പെട്ട എന്ത് പരിപാടികൾക്കും ഈ ബുധൻ്റെ കടലാടി ചമത അത്യാവശ്യമാണ്. ഇപ്പോൾ കരിങ്ങാലി മാല എന്ന് പറഞ്ഞ് ആളുകൾ കറുത്ത നിറത്തിലൊരു സാധനം ഇടുന്നുണ്ട്. അത് കരിങ്ങാലി ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ കരിങ്ങാലിയുടെ നിറം എന്ന് പറയുന്നത് പിന്നെ ആളുകളെല്ലാം പേടിക്കുന്നതും ഈ ശനിദോഷത്തെ ആണ്. പലപ്പോഴും അതിനൊക്കെ വന്നി വെച്ച് പിടിപ്പിക്കുകയും വന്നിയെ പരിപാലിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഇത്തരത്തിൽ ചെടികൾ നട്ടുവെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ബ്രഹ്മാണ്ടം എന്തെന്നാണോ അത് തന്നെയാണോ പിണ്ടാണ്ടം. അന്തരീക്ഷത്തിൽ മാറ്റം വരുത്തി ചുറ്റുപാടുള്ള അന്തരീക്ഷം മാറിക്കഴിഞ്ഞാൽ അവനവന് മാറ്റം വരില്ല. സൂക്ഷ്മതലത്തിലേക്ക് ഈ ചെടികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്കത് പിടികിട്ടാത്തത്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് രാജേഷ് ശർമ്മയാണ്. ചേട്ടാ നമസ്തേ. ചേട്ടാ, ഈ നവഗ്രഹ പൂജ നമ്മൾ പലയിടങ്ങളിലും കാണുന്നതാണ്. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. നമ്മൾ ഏതെങ്കിലും ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാലും ഏതെങ്കിലും ഗ്രഹങ്ങളുടെ ദോഷമായിരിക്കും അവർ പറയുന്നത്. ഈ നവഗ്രഹങ്ങളുടെ ദോഷം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്ന വൃക്ഷങ്ങൾ, അങ്ങനെ നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയുമോ? കഴിയും. നവഗ്രഹങ്ങൾക്ക് ഓരോ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ചെടികളുണ്ട്, അല്ലെങ്കിൽ ഓരോ മരങ്ങളുണ്ട്. അത് പരിപാലിക്കുന്നതിലൂടെ നവഗ്രഹങ്ങളുടെ പ്രീതി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതേ മരങ്ങൾ തന്നെയാണ് അതിൻ്റെ ചമതകളായിട്ട് നമ്മൾ ഹോമിക്കാനായിട്ട് എടുക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമേ നമ്മൾ ഹോമിക്കാൻ എടുക്കുന്നുണ്ടെങ്കിൽ അതത് ചെടികളെ വെച്ച് പിടിപ്പിക്കുക കൂടി ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതായത് ഈ പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചമതകൾ വാങ്ങിക്കുകയാണെങ്കിൽ, അത് ഹോമിക്കുകയാണെങ്കിൽ പകരമായിട്ട് നമ്മൾ ആ വൃക്ഷം വെക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചന്ദ്രൻ്റെ ആണ് പ്ലാഷ്. ഇപ്പം പ്ലാഷ് ഇല്ലാത്ത ഹോമങ്ങളില്ല. നമ്മൾ പ്ലാഷിൻ്റെ കമ്പുകൾ ഇത്രയും ഈ മുറിക്കപ്പെടുന്നത് ഈ ഹോമത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്ലാഷ് എന്ന് പറയുന്ന ചെടി മരം വെച്ച് പിടിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാലാന്തരത്തിൽ അങ്ങനെ വന്നാൽ ഏതൊക്കെ ചമതകൾ കൂടുതൽ ഉപയോഗിക്കുന്നോ ആ ചമതകൾ അതിന് വേണ്ടത് കോമ്പൻസേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ദോഷം അനുഭവിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ പ്ലാഷ് കണ്ടമാനം വെട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ പ്ലാഷ് വെച്ച് പിടിപ്പിച്ചിട്ടില്ലെങ്കിൽ ചന്ദ്രൻ പഴയ്ക്കും. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ചന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായാൽ നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രത്തെ ബാധിക്കും. ജലതത്വമാണ്. മൂത്രം മുതലായിട്ടുള്ള ജലവുമായി ബന്ധപ്പെട്ട സകല സാധനങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതത് ചെടികളിൽ എടുക്കുന്നതിനെല്ലാം പകരം വെച്ച് പിടിപ്പിക്കണം. അപ്പം സൂര്യൻ്റെ നമുക്ക് ആദ്യം മുതൽ സൂര്യൻ്റെ മുതൽ തുടങ്ങാം. സൂര്യൻ്റെ എന്ന് പറഞ്ഞാൽ എരിക്കാണ്. എരിക്ക് തന്നെ 3-4 ജനുസുണ്ട്. അതിൽ എല്ലാ എരിക്കിനെയും പൊതുവേ നമ്മൾ സൂര്യൻ്റെ ആണെന്ന് പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നതും ഫലം ചെയ്യുന്നതും വെളുത്ത എരിക്കാണ്. വെളുത്ത എരിക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂവ് വെളുത്തിരിക്കും. മനസ്സിലായോ? ഈ വെളുത്ത എരിക്ക് ഒരു കാലം കഴിഞ്ഞാൽ ഇത് നശിക്കും. ഒരുപാട് കാലമൊന്നും നിൽക്കുന്ന ഒരു വലിയ മരമൊന്നുമല്ല. അത് ഒരു 25 കൊല്ലം 50 കൊല്ലം വരെയൊക്കെ നിന്ന് പോകാറുണ്ട്. അത് കഴിയുമ്പോൾ പതിയെ കാലാന്തരത്തിൽ ആ ചെടി വെട്ടി നമ്മൾ അതിൻ്റെ വിത്ത് വീണ് പുതിയതുണ്ടായി വരികയാണ് പതിവ്. അതായത് നമ്മൾ സാധാരണ കാണുന്ന അപ്പൂപ്പൻ താടി ഉണ്ടല്ലോ, അപ്പൂപ്പൻ താടി 90% എരിക്കിൻ്റെ കായ പൊട്ടി പുറത്തു വരുന്നതാണ്. ഇത് പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടിയല്ല. അതിൻ്റെ കായ ഒരു പ്രത്യേക ആകൃതിയിലൊരു ചെറിയ മാങ്ങയുടെ ഒരു ആകൃതിയിൽ, മാങ്ങ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചന്ദ്രക്കല പോലെ അതിൻ്റെ 2 ഇലകൾ ചേർത്ത് മടക്കി നമ്മൾ വളച്ചാൽ അങ്ങനെയാണ്, അതുപോലെ ആയിരിക്കുന്നത്. അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് അപ്പൂപ്പൻ താടി പുറത്ത് വരും. ഈ വെളുത്ത എരിക്കിൻ്റെ കിഴങ്ങുണ്ട്. നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ഇതിൻ്റെ വേരൊരു ഉരുണ്ട രൂപത്തിലേക്ക് വരും. ഇത് നമ്മൾ അറുത്തെടുത്തിട്ട് ഇതുകൊണ്ട് നമ്മൾ ഗണപതി വിഗ്രഹം ഉണ്ടാക്കും. ആ എരിക്കിൻ്റെ കിഴങ്ങിൽ ഗണപതി വിഗ്രഹം ഉണ്ടാക്കുന്നതിന് പറയുന്ന പേര് ശ്വേതാർക്ക ഗണപതി എന്നാണ്. ശ്വേതാർക്കം എന്ന് പറഞ്ഞാൽ അർക്കം മീൻസ് എരിക്ക്, ശ്വേതാർക്കം മീൻസ് വെളുത്ത എരിക്ക്. വെളുത്ത എരിക്കിൻ്റെ കിഴങ്ങിൽ ഗണപതി വിഗ്രഹം ഉണ്ടാക്കി അതിൻ്റെ ഒരു പ്രത്യേക വിധിയുണ്ട്. അത് പ്രകാരം പ്രാണപ്രതിഷ്ഠ ചെയ്ത് നമുക്ക് തേവാര വിഗ്രഹങ്ങളായിട്ടും ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇത് നശിച്ചു പോകത്തില്ല? ഒരു വേരാകുമ്പോൾ നശിക്കുമെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ വർഷങ്ങളായ വിഗ്രഹമുണ്ട്. ഒരു കുഴപ്പം വന്നിട്ടില്ല ഇതുവരെ. അതിനൊരു നാച്ചുറലായിട്ട് ആ കറ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതിന് അങ്ങനെ കീടാക്രമണങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവാറ്. തടി സോഫ്റ്റാണ്, പക്ഷേ കീടങ്ങൾ അധികം ആക്രമിക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ ഇത് ഇടയ്ക്ക് നമുക്ക് ചാന്താട്ടമൊക്കെ ചെയ്യാം. തേക്കിൻ്റെ കറ കൊണ്ട് ചാന്തുണ്ടാക്കിയിട്ട് അത് പുരട്ടാറുണ്ട്. പിന്നെ അത് കൂടാണ്ട് നല്ലെണ്ണയിലിട്ട് സൂക്ഷിക്കാറുണ്ട്. ഉപയോഗിക്കാത്ത സമയത്തൊക്കെ നല്ലെണ്ണയിലിട്ട് വയ്ക്കും. കുറേ കാലം നല്ലെണ്ണയും പച്ചക്കർപ്പൂരവും ചേർത്ത് മഞ്ഞളും ചേർത്തുണ്ടാക്കിയ ഒന്ന് ചൂടാക്കുക. നല്ലെണ്ണയും പച്ചക്കർപ്പൂരവും മഞ്ഞളും എല്ലാം 1 ലിറ്റർ നല്ലെണ്ണയ്ക്കാണെങ്കിൽ എല്ലാം ഓരോ നുള്ളു വീതം ഇട്ടാൽ മതി.
അത് ചൂടാക്കി എടുത്തിട്ട് തണുത്തത് കഴിയുമ്പോൾ അതിനകത്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഒരാഴ്ചയെങ്കിലും ഇട്ട് വെച്ചതിന് ശേഷം എടുത്തിട്ട് പ്രാണപ്രതിഷ്ഠ ചെയ്ത് ഉപയോഗിച്ചാൽ നിന്നോളും. 1 മാസം 2 മാസം കൂടുമ്പോഴൊക്കെ ഇത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. അങ്ങനെ ഗണപതി വിഗ്രഹങ്ങൾ ചെയ്യാറുണ്ട്. ആ ഗണപതി വിഗ്രഹങ്ങൾ പ്രതിഷ്ഠയ്ക്ക് തന്നെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് നനയ്ക്കാൻ പറ്റില്ല, ശ്രദ്ധിച്ചോണം. അഭിഷേകം ചെയ്യാൻ പാടില്ല, തളിക്കാനേ പാടുള്ളൂ. അങ്ങനെ ചെയ്യാറുണ്ട്. അതിന് പറയുന്നത് ശ്വേതാർക്ക ഗണപതി എന്നാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിന് വെളിയിൽ എവിടെയോ ഒരു ശ്വേതാർക്ക ഗണപതി ക്ഷേത്രം ഉണ്ട്. അതുപോലെ തന്നെ ഈ കൊട്ടാരക്കര ഗണപതിയുടെ കഥയിൽ പറയുന്നത്, ആദ്യം പറഞ്ഞ പെരുന്തച്ഛൻ ഒരു പേരിൽ പ്ലാവിൻ്റെ പേരിൽ ചെയ്തെന്നും അല്ല എരിക്കിൻ്റെ പേരായിരുന്നു എന്നും രണ്ടഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. പ്ലാവിൻ്റെ പേരിലല്ല ചെയ്തത്, എരിക്കിൻ്റെ പേരിലാണ് ചെയ്തത്. അറിയില്ല, നമ്മുടെ പെരുന്തച്ഛനെ പോലൊരു പണ്ഡിതനായിട്ടുള്ള ഒരാൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം എന്തിനായിരിക്കും ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ശ്വേതാർക്ക ഗണപതി ഇരിക്കുന്നിടത്തൊക്കെ ഐശ്വര്യം ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. നിത്യവും ഗണപതി പൂജ ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയ ഒരു മാധ്യമമാണ്. രക്തചന്ദനത്തിലോ വെളുത്ത എരിക്കിൻ്റെ കിഴങ്ങിലോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എരിക്ക് നട്ടു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പൂജയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫലമുണ്ടാകുമോ? ഉണ്ട്. നമ്മൾ എരിക്ക് നട്ടു കഴിഞ്ഞാൽ സൂര്യനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എരിക്ക്. എരിക്കിൻ്റെ ഇല ഈ ചില രോഗങ്ങൾ, ഉഷ്ണരോഗങ്ങൾ പോലെയുള്ള ചില രോഗങ്ങൾക്ക്, അതുപോലെ വാദസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ തന്നെ എരിക്കിൻ്റെ ഇല ഔഷധമായിട്ട് ഇലയിട്ട് വെള്ളം തിളപ്പിച്ചത് കാലിലൊഴിക്കുകയും ഇല അടിയിൽ വെച്ച് കെട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. വാദത്തിനൊക്കെ ശമനം ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സോക്സിനകത്തൊക്കെ ഇല വെച്ചിട്ട് സോക്സ് ഇട്ടിട്ട് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബലമുള്ളതുകൊണ്ടാണ് ആളുകൾ അത് ഉപയോഗിക്കുന്നത്. എന്തായാലും ഔഷധമാണ് എരിക്കെന്ന് പറയുന്നത്. എരിക്കിൻ്റെ കറ ഉള്ളിൽ കഴിക്കാൻ കൊള്ളില്ല, അത് വിഷമാണ്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് അത് ശ്രദ്ധിച്ചോണം. എരിക്കിൻ്റെ പൂവ് നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ, ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെയും മാലയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് ഒരു പഞ്ചകോൺ ആകൃതിയിലാണ് ഇരിക്കുന്നത്, നക്ഷത്രാകൃതിയിലാണ്, പഞ്ചകോണാണ്. അപ്പോൾ അത് ആ പഞ്ചമുഖമായിട്ടുള്ള മഹാദേവൻ്റെ സങ്കല്പത്തിലാണ് അതിനെ എടുക്കാറ് നമ്മൾ. പിന്നെ ആർക്കും വേണ്ടാത്ത ഒരു ഗുണവും മണവും ഇല്ലാത്ത വസ്തുക്കളാണ് പൊതുവെ ഭഗവാന് താല്പര്യം. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് എരിക്കിൻ്റെ പൂവ്. ഇനി സൂര്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗ്രഹം ചന്ദ്രൻ്റെ ആണ്. ഞാൻ പറഞ്ഞു, പ്ലാശാണ് ചന്ദ്രൻ്റേത്. പ്ലാശിൻ്റെ ഇലകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലാശിൻ്റെ ഇല പൂജാ വിഷയങ്ങൾക്ക് എടുക്കുന്നതിനെ കണക്കാക്കുന്നത് സ്വർണ്ണ പാത്രമായിട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വാഴയിലയിലൊരു ത്രിമുദ്ര എടുക്കുന്നതും പ്ലാശിൻ്റെ ഇലയിൽ എടുക്കുന്നതും തമ്മിൽ കമ്പയർ ചെയ്താൽ, പ്ലാശിൻ്റെ ഇലയിൽ എടുത്താൽ അതിന് സ്വർണ്ണപാത്രം എന്ന് പറയാറ്. എന്നാൽ സ്വർണ്ണപാത്രത്തിന് പകരമായി ഇത് ഉപയോഗിക്കണം, അത്ര ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ശുദ്ധിക്രിയകൾ, ഈ പ്രാസാദ ശുദ്ധിക്രിയകൾ എന്ന് പറയുന്ന ഉത്സവത്തിന് മുമ്പുള്ളതോ പ്രതിഷ്ഠയ്ക്ക് മുൻപുള്ളതോ നവീകരണത്തിന് മുമ്പുള്ളതോ ആയിട്ടുള്ള ശുദ്ധിക്രിയകൾക്ക് ഒട്ടുമിക്ക ദേവന്മാർക്കും വരുന്നത് പ്ലാശാണ്. വിഷ്ണുവിന് പൂവാങ്കുറുന്നിലേക്ക് വരുന്നുണ്ടെങ്കിലും ഒരു കോമൺ എന്ന് പറയുന്ന സാധനം പ്ലാശ് തന്നെയാണ്. പ്ലാശ് ഉപയോഗിച്ചാണ് ചെയ്യാറ്. ഈവൻ ഈ വീട് പാലുകാച്ച് പോലെയുള്ള ചടങ്ങുകൾക്ക് മുമ്പ് തലേന്ന് ചെയ്യുന്ന ശുദ്ധിക്ക്, ഈ നമ്മൾ ക്ഷേത്രത്തിൽ കഴിക്കുന്ന ശുദ്ധിക്ക് സമാനമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോഴും ഉപയോഗിക്കുന്നത് ഈ പ്ലാശിൻ്റെ ഇലയാണ്. അതിന് പറയുന്നത്, ആ പ്ലാശിൻ്റെ ഇലയ്ക്ക് പറയുന്നത് മുഷ്ടി എന്നുള്ള പേരിലാണ് ഉപയോഗിക്കുന്നത്. മുഷ്ടി മീൻസ് ചൂൽ എന്നുള്ള അർത്ഥത്തിലാണ്. പ്ലാശിൻ്റെ ഇല 3 പ്ലാശിൻ്റെ ഇല ചേർത്തെടുത്താണ് മുഷ്ടി എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ ഈ പ്ലാശിൻ്റെ ചമതയില്ലാത്ത ഒരു ഹോമവും പ്രായോഗികമായിട്ട് നടക്കില്ല. കാരണം ഒന്ന്, ഈ ഇദ്ധമം എന്ന് പറഞ്ഞ ഒരു, ഈ ഹോമാചാരത്തിൽ ഇദ്ധമം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇദ്ധമം മീൻസ് വിറകുന്നാണ് അർത്ഥം. അത് കൂട്ടച്ചമത നമ്മൾ ഇട്ടിട്ട് വടക്കോട്ട് നിരത്തിയിടുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിനൊക്കെ തന്നെയും ഈ പ്ലാശിൻ്റെ ചമതയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ വലിയ ഹോമാചാരങ്ങൾക്ക് പരിധി വയ്ക്കുമ്പോൾ 3 ദിക്കുകളിൽ, കിഴക്ക് ഒഴിവാക്കി 3 ദിക്കുകളിൽ തലയുള്ള ചമത പരിധി വയ്ക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോഴും ഉപയോഗിക്കുന്നത് പ്ലാശിൻ്റെ ചമതയാണ്. പ്ലാശിൻ്റെ ചമതയാണ് നമ്മൾ ദണ്ഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. പ്ലാശിൻ്റെ ചമത ഈ ഉപനയന പോലുള്ള പരിപാടികൾക്ക് ദണ്ഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്ലാശ് കൂടാതെ ഒരു ക്രിയയോ പൂജയോ ഒന്നും അത്ര എളുപ്പമല്ല. അപ്പം സ്ഥിരമായി വെട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും, ഉപയോഗിക്കുന്നതും പ്ലാശായിരിക്കും. അപ്പോൾ അതിന് പകരം പ്ലാശ് വെച്ച് പിടിപ്പിച്ചെടുക്കണം. പിന്നെ നമ്മളിനി അടുത്തെടുത്താൽ ബുധനാണ്. ബുധൻ്റെ എന്ന് പറഞ്ഞാൽ കടലാടിയാണ്. കടലാടി എല്ലാവർക്കും പറമ്പിൽ സ്വാഭാവികമായിട്ടുണ്ടായി വരുന്നതാണ്. വേനൽക്കാലം ആകുമ്പോൾ ഉണങ്ങിപ്പോവുകയും മഴക്കാലത്ത് തനിയെ പൊട്ടിക്കിളുത്തുണ്ടായി വരികയും ചെയ്യുന്നതാണ്. അത് നമ്മൾ ബുധൻ്റെ ചമതയായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈവൻ സുദർശന ഹോമം പോലെയുള്ള ഹോമങ്ങൾക്ക്, ഈ അവതാര വിഷ്ണുവുമായി ബന്ധപ്പെട്ട എന്ത് പരിപാടികൾക്കും ഈ ബുധൻ്റെ കടലാടി ചമത അത്യാവശ്യമാണ്. ഈവൻ ക്ഷേത്രങ്ങളിലെ പൂജകൾക്ക്, ശുദ്ധിക്രിയകൾക്ക്, അല്ലെങ്കിൽ രാക്ഷോഘ്ന ഹോമം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെയും ഈ ചമത ആവശ്യമാണ്. അപ്പം അത് വെച്ച് പിടിപ്പിക്കണം. സ്വാഭാവികമായിട്ട് വളരാനായിട്ട് വിടണം. കുറച്ചൊക്കെ കാട് പോലെ വരും, എന്നാൽ പോലും ബുധൻ്റെ പ്രീതിക്ക് ഇത് വെച്ച് പിടിപ്പിച്ചാൽ നല്ലതാണ്. ഇനി ശുക്രൻ്റെ നമ്മളെടുത്താൽ അത്തിയാണ്.
അത്തി ഞാൻ പറഞ്ഞു തരണ്ടായതാണെന്നുള്ളത്. ചെറിയ നമ്മുടെ പണ്ട് നാട്ടിലൊക്കെ കണ്ടിരുന്ന ചെറിയ അത്തിക്കായ ഉണ്ടാവുന്ന കൊലകൊലയായി ഉണ്ടാവുന്ന അത്തി, നമ്മൾ ഇന്ന് കാണുന്ന ഈ ലെബനീസ് അത്തി എന്നൊക്കെ പറയുന്ന വലിയ അത്തി അല്ല ഈ പറയുന്നത്, ചെറിയ അത്തി. അത്തിയുടെ കുലകൾ മുതൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത്തിക്കുല എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഈ ഷോഡശ സംസ്കാര ക്രിയകളിൽ ഒരു ക്രിയയായിട്ടുള്ള പുംസവന ക്രിയയ്ക്ക് അത്തിക്കുല വേണം. കായയുഗ്മ ഇരട്ടക്കായുള്ള അത്തിക്കുല ചൂടിയാണ് ക്രിയ തുടങ്ങുന്നതൊക്കെ. അപ്പം ഈ ഇങ്ങനെയുള്ള ആവശ്യം മുതൽ സംസ്കാരക്രിയ, അതായത് അത്തിയുടെ ചമത കൊണ്ടാണ് നമ്മൾ ഈ അസ്ഥി എടുക്കാനുള്ള സഞ്ചാരം കഴിഞ്ഞിട്ടുള്ള അസ്ഥി പെറുക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അത്തി കൊണ്ടുള്ള കൊടിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് അല്ലാതെ ഒരുപാട് ആവശ്യങ്ങൾക്ക് അത്തി ഉപയോഗിക്കും. നമ്മൾ എന്താ പറയുക, ശുക്രൻ്റെ ചമത കൂടിയാണ്, ശുക്രൻ്റെ ചമതയാണ് അത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് വെട്ടുന്നുണ്ടെങ്കിൽ വെച്ച് പിടിപ്പിക്കണം. അത്തി സംരക്ഷിച്ചാൽ വെച്ച് പിടിപ്പിച്ചാൽ ഒക്കെ ശുക്രൻ്റെ പ്രീതി ഉണ്ടാവും. പിന്നെ ചൊവ്വയുടെയാണ് അടുത്തത്. ചൊവ്വയുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കരിങ്ങാലിയാണ്. ഇപ്പോൾ കരിങ്ങാലി മാല എന്ന് പറഞ്ഞ് ആളുകൾ കറുത്ത നിറത്തിലുള്ളൊരു സാധനം ഇടുന്നുണ്ട്. അത് കരിങ്ങാലി ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കരിങ്ങാലിയുടെ നിറം എന്ന് പറയുന്നത് ചുവപ്പ് കൂടിയ നിറമാണ്. നല്ല ചുവപ്പ്, ഡാർക്ക് ചുവപ്പല്ല, അല്ല, കറുപ്പൊക്കെ അപൂർവമായിട്ടേ കരിങ്ങാലി കണ്ടുള്ളൂ. ചുവപ്പ് കൂടിയ കളറിലാണ് കരിങ്ങാലി സാറിന് വരാറ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഈ ബ്ലാക്ക് വുഡ് എന്ന് പറഞ്ഞാൽ എബണി എന്ന് പറഞ്ഞൊരു വുഡാണ് ഇവർ കരിങ്ങാലിയായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് കരിങ്ങാലിയല്ല. കരിങ്ങാലിക്ക് അത്ര ഒരുപാട് വണ്ണമൊന്നും വെക്കാറില്ല. കരിങ്ങാലി നമ്മുടെ ഈ പതിമുഖം പോലെ ഒരു ചെടിയായിട്ട് ഉണ്ടാവും. ഒരു അങ്ങേറ്റം പോയാൽ ഒരു 30 ഇഞ്ച് വണ്ണോ അതിനപ്പുറത്തേക്കൊന്നും വണ്ണം കണ്ടിട്ടില്ല. കരിങ്ങാലിയുടെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. തൊലി വെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കരിങ്ങാലിയുടെ. അതിൻ്റെ പൂവ് പൂജയ്ക്ക് എടുക്കാറുണ്ട്. മുള്ളുള്ള ചെടിയാണ്. അതിൻ്റെ കോലിൽ നിന്ന് ചെണ്ടക്കോൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. മാരാന്മാർ ചെണ്ടക്കോലിന് ഉപയോഗിക്കാറുണ്ട്. ഈടുള്ള ഒരു മരം കൂടിയാണ് കരിങ്ങാലി, കാതലാണ്. അപ്പോൾ ആ മരം അത് വെച്ച് പിടിപ്പിച്ചാൽ ചൊവ്വയുടെ പ്രീതി ഉണ്ടാവും. ശനിയുടെ ഇതിന് സമാനമായൊരു ചെടിയാണ് ശനിയുടെ, വന്നി എന്ന് പറയും. വന്നി മുള്ളുള്ള ചെടിയാണ് നല്ലപോലെ. സാമാന്യം അധികം കേട്ടിട്ടില്ല. വന്നി നമ്മളൊരു എന്തായാലും പറയാം, ഒരു പുളിയുടെ ഇലയ്ക്ക് സമാനമായ ചെറിയ ഇലകളോടുകൂടി ഒരുതരം ഈ വാഗമരത്തിൻ്റെ പൂവിന് സമാനമായ പൂവൊക്കെ ഉണ്ടായിട്ട് ചെറിയ രീതിയിൽ മുള്ളുണ്ടാവും. ഒരുപാട് മുള്ളൊന്നും ഉണ്ടാവില്ല. അത് തന്നെയല്ല, ചെറിയ തണ്ടുകളിലാണ് മുള്ള് കൂടുതൽ. വലിയ തണ്ടുകളിൽ അങ്ങനെ മുള്ള് കണ്ടിട്ടില്ല. നല്ല ഹാർഡായിട്ടുള്ള വുഡാണ്. ഈ എന്തായാലും പറയുന്നത്, നമ്മുടെ ഈ യാഗങ്ങൾക്ക് ഉപകരണങ്ങൾ, യാഗത്തിൻ്റെ ഉപകരണങ്ങൾ കുറേ എണ്ണം ഉണ്ടാക്കുന്നത് വന്നിയിലാണ്. വന്നി കൊണ്ടാണ്, വന്നിയുടെ തടി കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. അത് ശനി പ്രീതികരമാണ്. എല്ലാ ശാസ്താക്ഷേത്രങ്ങളിലും ഈശാനകോണിൽ വന്നി വെച്ച് പിടിപ്പിക്കണം. അല്ലെങ്കിൽ തന്നെയും ക്ഷേത്രങ്ങളിലെല്ലാം തന്നെയും ഈശാനകോണിൽ വന്നി വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. നല്ലതാണ്, വളരെ ഗുണമുള്ളൊരു മരമാണ്. പിന്നെ ആളുകളെല്ലാം പേടിക്കുന്നതും ഈ ശനിദോഷത്തെ ആണ് പലപ്പോഴും. അതിനൊക്കെ വന്നി വെച്ച് പിടിപ്പിക്കുകയും വന്നിയെ പരിപാലിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ എന്താ വെച്ചാൽ വ്യാഴത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അരയാലാണ്. അത് അറിയാലോ, ഒരുപാട് അങ്ങനെ വെട്ടിയൊന്നും എടുക്കുന്നില്ല നമുക്ക്. അരയാൽ പൊതുവെ വെട്ടാറില്ല. എന്നാൽ പോലും ഇത്തി അരയാൽ പേരാൽ എന്ന് പറഞ്ഞാൽ നാൽപ്പാമരം എന്ന് പറയുന്നതിന് ഇതിൻ്റെ തൊലി ഉപയോഗിക്കാറുണ്ട്. അരയാൽ സംരക്ഷിക്കണം. നമ്മൾ നാൽക്കൂട്ടങ്ങളിലും പെരുവഴിയിലും എല്ലാം അരയാൽ വെച്ച് പിടിപ്പിക്കേണ്ടതാണ്. ക്ഷേത്രങ്ങളുടെ മുമ്പിലും, അതായത് വലിയ വേരുകൾ ഇറങ്ങി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. വീടിൻ്റെ പരിസരത്തു നിന്നും അരയാൽ വെച്ച് പിടിപ്പിക്കാൻ കൊള്ളില്ല. കാരണം വീട്ടിലേക്കൊക്കെ വേരിറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി വിട്ടിട്ട് അരയാൽ നടുന്നത് നല്ലതാണ്. അരയാൽ സംരക്ഷിച്ചാൽ വ്യാഴത്തിൻ്റെ പ്രീതി ഉണ്ടാവും. അരയാലിനെ പൊതുവെ വൃക്ഷരാജാവായിട്ടാണ് കണക്കാക്കുന്നത്. വൃക്ഷങ്ങളുടെ ഒരു ഗുരുവുണ്ട്, കൂവളാണ്. വൃക്ഷഗുരു കൂവളാണ്, വൃക്ഷരാജാവ് അരയാലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വൃക്ഷം നമ്മൾ വെട്ടുന്നതിന് മുൻപ് അരയാലിനോടും കൂവളത്തിനോടും അനുവാദം വാങ്ങണമെന്നാണ്. അതായത് ഏതെങ്കിലും ഒരു വൃക്ഷം വെട്ടുന്നതിന് മുൻപ് അനുവാദം വാങ്ങണം. എനിക്ക് ഒരു ഇൻസിഡൻ്റ് അറിയാം. ഈ കണ്ടമാനം വനം വെട്ടി മാറ്റിയിട്ട് അവിടെ വാഴ നട്ട ഒരു കേസ് എനിക്കറിയാം. ബാംഗ്ലൂരാണ്. പിടിക്കുന്നേ ഇല്ല, ഒന്നും ശരിയാവുന്നില്ല അവിടെ നട്ടിട്ട്. പിന്നെ അന്ന് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കൊണ്ട് അത് പരിശോധിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നു ഈ 2 വൃക്ഷങ്ങൾക്ക് ഇതിൽ വിരോധമുണ്ടെന്ന്. ഹിപ്നോതെറാപ്പിസ്റ്റ് അത് പിന്നെ എന്നോട് അവർ കൺസൾട്ട് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, ഈ അരയാലും കൂവളവും എപ്പോഴും ഇതുമായിട്ട് എല്ലാ വൃക്ഷങ്ങളുമായിട്ട് ഇത് കണക്റ്റഡ് ആണത്രേ. നമ്മളിതിനെ കണ്ടിട്ടൊന്നുമില്ല, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. അവരുടെ തലത്തിൽ അത് കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങോട്ട് അത്രയും സൂക്ഷ്മത്തിലേക്ക് പോയി ഇതിനെ പരിശോധിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. അതായത് ഒരെണ്ണം വെട്ടുമ്പോൾ ഒരു അരയാലും കൂവളോ അറിയാതിരിക്കില്ല അത്രേ ഇത് വെട്ടി എന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പ് അവരുടെ അനുവാദം വാങ്ങി വെട്ടണം എന്നൊക്കെ പറയും. എന്തായാലും നമ്മുടെ വൃക്ഷഛേദന പദ്ധതിയിൽ നമ്മൾ അരയാലിനോട് തൊഴുത് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് ഈ മറ്റു വൃക്ഷങ്ങൾ വെട്ടുന്നതിന് മുമ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ചമതകളാണ്. പിന്നെ ഇനി വേണ്ടതെന്ന് വെച്ചാൽ രാഹു രാഹുവിൻ്റേത് കറുകയാണ്, കറുകപ്പുല്ല്. അതാണ് രാഹുവിൻ്റെ സമിത്തായിട്ട് പറയുന്നത്. കേതുവിൻ്റേത് കുശ എന്ന് പറഞ്ഞ പുല്ല് ദർഭയ്ക്ക് സമാനമായിട്ടുണ്ടാകുന്ന ഒരു എകരങ്ങളോടുകൂടി ശാഖകളോടുകൂടി ഉണ്ടാകുന്ന ഒരു പുല്ലാണ്. ഒരു രാമച്ചം പോലെയൊക്കെ ഉണ്ടാകുന്നത്.
അത് ഈ പറഞ്ഞ പോലെ കുശ കൊണ്ട് നമ്മൾ സാധാരണ പണ്ട് ഇരിക്കുന്ന ഇപ്പോൾ പുൽപ്പായ എന്നൊക്കെ പറയുന്ന പായ പണ്ട് ചെയ്തിരുന്നത് മുഴുവനും കുശയിലാണ്. കിടക്കാനുള്ള പായ ഉൾപ്പെടെ കുശയിലാണ് ചെയ്തിരുന്നത്. കുശയാണ് അതിന് വിധിയുണ്ടായത്. കുശ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേതുവിൻ്റെ എല്ലാ ഹോമങ്ങൾക്കും ഉപയോഗിക്കുന്നത്, ചമതയായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുശ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നതൊക്കെ കേതുവിൻ്റെ പ്രീതികരമായിട്ട് ഉള്ളതാണ്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഇല്ല, ഇതിനകത്ത് ഏകദേശം എല്ലാം ആയെന്ന് തോന്നുന്നു. പക്ഷേ ഇത്തരത്തിൽ ചെടികൾ നട്ടു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് നമ്മുടെ ജാതകത്തെ അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്നൊരു പുണ്യം നമ്മൾ അന്തരീക്ഷത്തിലേക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നുണ്ടല്ലോ. ബ്രഹ്മാണ്ടം എന്തെന്നാണോ അത് തന്നെയാണോ പിണ്ടാണ്ടം. അപ്പോൾ അന്തരീക്ഷത്തിൽ മാറ്റം വരുത്തി ചുറ്റുപാടുള്ള അന്തരീക്ഷം മാറിക്കഴിഞ്ഞാൽ അവനവനും മാറ്റം വരില്ലേ. ചുറ്റുപാടുള്ള അന്തരീക്ഷം ചൂടാകുമ്പോൾ നമുക്കും ചൂട് വരുന്നില്ലേ. അതുപോലെ ആ വായു അതിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് ഈ ചെടികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്കത് പിടികിട്ടാത്തത്. അപ്പം ഗണപതിക്ക് പ്രീതികരമാണ് രാഹു. രാഹുവിൻ്റെ ചമത ആയിട്ടുള്ള കറുക. കറുകയുടെ ഗന്ധമൊക്കെ ഗണപതിക്ക് ഇഷ്ടമാണ്. നമുക്ക് ഗന്ധം വരുന്നുണ്ടോ? ഇല്ല. കറുകയുടെ എന്തെങ്കിലും മണം നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഗണപതി അറിയുന്നുണ്ട്. അപ്പോൾ സൂക്ഷ്മതലത്തിൽ ഇത് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് പ്രകൃതിയിലാണ് അതിന് മാറ്റം വരിക. അതിൻ്റെ അനുരണങ്ങൾ അവനവനിലും ഉണ്ടാവും.